ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഒരു ഹാക്കർ ഒരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഒരു PC ഹാക്ക് ചെയ്തെടുക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ഡെഫിനിഷനാണ്. ഗൈസ്, ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം എൻ്റെ ഈ ഒരു ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് കൂടുതലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ പ്രൊവൈഡ് ചെയ്യുക. ഗൈസ്, നമുക്കൊട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഗൈസ്, ഒരു ഹാക്കറിന് നമ്മുടെ ഒരു മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യമായി അവർ ചെയ്യുക നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അവർ കളക്ട് ചെയ്യും. അതിലൂടെയാണ് അവർക്ക് നമ്മുടെ IP അഡ്രസ്സ്, നമ്മുടെ മൊബൈൽ ഫോൺ നമ്പറെല്ലാം ലഭിക്കുന്നത്. ഇത് വെച്ച് അവരുടെ ഹാക്കിംഗ് പ്ലാറ്റ്ഫോമിൽ പോയി ഇപ്പോൾ എല്ലാ ഹാക്കേഴ്സും യൂസ് ചെയ്യുന്ന പോലെ മെറ്റാസ്പ്ലോയിറ്റ് എന്ന് പറയുന്ന ഒരു അഡ്വാൻസ് ലെവലായിട്ടുള്ള ഒരു പവർഫുൾ ടൂളുണ്ട്. ആ ടൂളിൽ ഒരു ഷെൽ ക്രിയേറ്റ് ചെയ്യും. ആ ഷെല്ലിൻ്റെ പേര് മൾട്ടി ഹാൻഡലർ എന്നാണ് ഷെല്ലിൻ്റെ പേര്. അതിൽ നമ്മുടെ IP അഡ്രസ്സ് അവർ ഹോസ്റ്റ് ചെയ്യും. ദെൻ അവർ ജസ്റ്റ് റൺ ചെയ്യും. അതിലൂടെ നമ്മുടെ IP അഡ്രസ്സിലൂടെ നമ്മുടെ ഫോണിലേക്ക് ഒരു ആപ്പ് ജനറേറ്റ് ആവും. ആ ഒരു ആപ്പിൽ മൊത്തം വൈറസ് അടങ്ങിയതായിരിക്കും. ആ ആപ്പ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ദെൻ നമ്മുടെ ഫോൺ മൊത്തത്തിൽ ഹാക്കഡ് ആവുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോൺ അവർക്ക് എവിടെ വേണമെങ്കിലും ഇരുന്നു കൊണ്ട് അറ്റാക്ക് ചെയ്ത ആൾക്ക് നമ്മുടെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ ഫോണിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അവർക്കറിയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഫോണിൽ അവർക്ക് ആവശ്യമുള്ളപ്പോൾ ക്യാമറ ഓണാക്കി ഫോട്ടോ എടുക്കുക, സ്ക്രീൻഷോട്ട് എടുക്കുക, അങ്ങനെ പലതും ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഒരു ഹാക്കർ ബേസിക് ലെവലായിട്ട് ഹാക്ക് ചെയ്തെടുക്കുന്നത്. ദെൻ ഇതല്ലാതെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് അറ്റാക്ക് വേറെയുമുണ്ട്. ലൈക്ക് ലിങ്ക് വെച്ചെല്ലാം അങ്ങനെ ലിങ്കെല്ലാം ഇട്ട് നമ്മുടെ ഹാക്ക് ചെയ്യുന്നതിനും ഉദ്ദേശം ഇതൊക്കെ തന്നെയാണ്. ഒരു വൈറസ് നമ്മുടെ ഫോണിലേക്ക് കടത്തി വിടുക എന്നതാണ്. ആ വൈറസ് കൊണ്ട് അവർക്ക് നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയ ഉദ്ദേശം. യെസ്, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു ഹാക്കർ നമ്മുടെ മൊബൈൽ ഫോണോ ഡിവൈസെല്ലാം ഹാക്ക് ചെയ്തെടുക്കുന്നത്. എനിക്കൊരു കാര്യം കൊണ്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും ഒരു ഹാക്കറിന് സ്വന്തമായിക്കൊണ്ട് നമ്മുടെ മൊബൈൽ ഫോണോ ഡിവൈസൊന്നും ഹാക്ക് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ലൈക്ക് നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ടാവും, ഒരു ഹാക്കർ പെട്ടെന്നും കുറേ സിസ്റ്റങ്ങളെല്ലാം ഒരു 5 മിനിറ്റിനുള്ളിൽ 2 സെക്കൻഡിനുള്ളിലൊക്കെ ഹാക്ക് ചെയ്തെടുക്കുന്നത്. അതെല്ലാം പക്ക ഫേക്കാണ്. നമുക്ക് വേണമെങ്കിൽ അതുപോലത്തെ സ്റ്റൈലിഷ് ആയിട്ടുള്ള പല ഡിസ്പ്ലേസ് നമുക്ക് ഉണ്ടാക്കാനൊക്കെ പറ്റും. ദെൻ അതല്ല ഹാക്കിങ്. ഒറിജിനൽ ഹാക്കിങ് ഞാൻ പറഞ്ഞതുപോലത്തെ ഇതാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ പരമാവധി സൂക്ഷിക്കുക. പല ഇൻ്റർനെറ്റിൽ കയറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പല ലിങ്കിലെല്ലാം നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഫോണിലേക്ക് വൈറസ് കടത്തി വിട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ അശ്രദ്ധ കാരണമാണ് അവിടെ നമ്മുടെ ഫോൺ ഹാക്കായി പോകുന്നത്. ഗൈസ്, നിങ്ങൾ പലപ്പോഴും സൂക്ഷിക്കുക. നിങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാനിവിടെ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാം, മാക്സിമം ഷെയർ ചെയ്യാം. അപ്പോൾ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.